ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബീട്രൂട്ട് ക്രീം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല കാശ്മീരി സുന്ദരികളെ പോലെ നല്ല പിങ്കിഷ് ഗ്ലോ ഉള്ള ചർമ്മം കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു 3-4 ദിവസം ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കൂടി പറ്റുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ മടി കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ബീട്രൂട്ട് എടുക്കുക, അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ചെറുകിയെടുക്കുക. എൻ്റെ അടുത്ത് വളരെ ചെറിയ ബീട്രൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ചെറിയ ബീട്രൂട്ട് എടുക്കുക. എല്ലാന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പകുതിയും വേണ്ടി വരില്ല. ഒരു 2 ടേബിൾ സ്പൂണ് ബീട്രൂട്ട് ജ്യൂസ് കിട്ടുന്ന രീതിക്ക് മാത്രം ചെറുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കി വന്നത് നമുക്ക് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര മതിയാവും. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ നീര് എക്സാക്റ്റ് ഇതിൻ്റെ ആ ഒരു നീര് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചിരകിയെടുത്താലുള്ള ഗുണം ഇതാണ്. ഇനി ചിരകുന്ന അത് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അതിനുശേഷം അതിൻ്റെ നീര് അരിപ്പയിൽ കൂടെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അലോവേര ജെല്ലും കൂടി ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അലോവേര ജെല്ലിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും പൊട്ടിച്ച് വയ്ക്കുക. അലോവേര ജെല്ല് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അലോവേര ജെല്ല് നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്രീമിൻ്റെ കട്ടി കൂടി വരും മീൻസ് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കിട്ടും. നിങ്ങൾക്ക് നല്ലൊരു ക്രീം പോലെയാണ് വേണ്ടതെങ്കിൽ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടി അലോവേര ജെല്ലിട്ടാൽ നല്ലൊരു തിക്ക് ക്രീമായിട്ട് കിട്ടും. എല്ലാം ഏകദേശം ഒരു ചെറിയൊരു ഇതിൽ കിട്ടിയാൽ മതി എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിങ്ങിനനുസരിച്ചിട്ടാണ് എത്രത്തോളം മിക്സ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ തിക്നെസ് കൂടി വരും കേട്ടോ അലോവേര ജെല്ലിട്ടിട്ട്. അതിനുശേഷം നിങ്ങൾ നല്ല എയർ ടൈറ്റുള്ള ഇതുപോലുള്ളൊരു കണ്ടെയ്നറിൽ ഇത് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുക. ഇത് അടച്ച് വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മുഖത്തേക്ക് ഇതുപോലെ ഡോട്ടായിട്ടിട്ടോ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കിടന്നുറങ്ങാം. ഇത് ബെഡിലാവും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. കണ്ടോ, ഞാൻ തേച്ചത് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. ഇത് രാവിലെ അന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഇങ്ങനെ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.